ടടാ. യെസ്, അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് കുറേ കാലത്തിന് ശേഷം ജി ടിയുടെ ഹാൻഡിലോട്ട് സെറ്റാക്കി. നമ്മളുടെ ഇൻ്റർസെപ്റ്ററിൻ്റെ സീറ്റൊക്കെ മാറ്റിയിട്ട് ജി ടിയുടെ സീറ്റും കവളും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു മാരക ലുക്കിലോട്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ടോ. ഇനി എക്സോസ്റ്റും കൂടെ മാറാമല്ലോ, അത് നമുക്ക് പതിയെ മാറാം. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു സംഭവം തീരട്ടെ. എന്തായാലും ഈ ലുക്ക് കണ്ടില്ല. ജി ടിയുടെ ഹാൻഡിൽ അങ്ങനെ സെറ്റാക്കി നമ്മൾ തട്ടാത്ത രീതിയിലൊക്കെയാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ എത്ര രൂപയെന്ന് എല്ലാം സെറ്റ് ചെയ്യാനും പറഞ്ഞു. എന്തായാലും ചെറിയൊരു ബൾക്ക് ഫീൽ തോന്നുന്ന ടാങ്കിൻ്റെ മാത്രമാണ്, ബാക്കി എല്ലാം ജി ടിയുടെ ആയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. നമ്മളെ ടൂറിംഗ് സീറ്റും കവിളും ടാങ്കല്ല ഇതും എല്ലാം സെറ്റായിട്ടുണ്ട്. വാവും, അടിപൊളിയായിട്ട്. ഞാൻ കുറേ കാലം മുമ്പ് പറഞ്ഞുകൊണ്ട് തന്നെ ജി ടിയുടെ ഹാൻഡിൽ ഞാൻ അങ്ങനെ ഇൻ്റർസെപ്റ്റർ സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നുമില്ല, കാരണം വണ്ടി കൊടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ വീഡിയോ നിർത്താൻ പറ്റില്ല. ഞാൻ അങ്ങനെ സെറ്റാക്കിയത് ഞാൻ തന്നെ എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. എന്തായാലും നമ്മൾ ബാക്കിൽ കാണുന്ന വണ്ടി കൺവെർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ജി ടി എന്ന് പറയാൻ പറ്റില്ല, ഹാൻഡിലൊന്ന് ചേഞ്ച് ചെയ്തിരിക്കും. ഹാൻഡിൽ വെച്ചൊന്നും ഓൾമോസ്റ്റ് സ്പീക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ